ഈ രണ്ട് മെഡിസിൻസ് നിങ്ങൾ ഒരുമിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കിഡ്നി ഡാമേജ് ആയിട്ട് ഡയാലിസിസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാമതൊരു കാരണം നിങ്ങൾ നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പ്രഷറിന് കഴിക്കുന്ന മരുന്നും അതിൻ്റെ കൂടെ തന്നെ പെയിൻ കില്ലർ മെഡിസിനും, അതായത് സാധാരണ ഈ ഒരു പ്രോബ്ലം കണ്ടുവരുന്നത് ഒരു 50-60 വയസ്സിന്റെ ഇടയിലുള്ള ആളുകളാണ്. അതായത് ഒരു ബി പിക്ക് ടെൽമിസാട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്ന് കഴിക്കുന്നുണ്ടാവും. അത് പല കോമ്പിനേഷനിൽ കഴിക്കുന്നുണ്ടാവും. സിലാകാർട്ടി, ടെൽമിജെറ്റ്, മെറ്റോസാട്ടൻ, ടെൽമിസാട്ടൻ, അമ്ലോഡിപ്പിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കോമ്പിനേഷനിൽ ഈ ടെൽമിസാട്ടൻ എന്ന് പറഞ്ഞ മെഡിസിൻസ് പ്രഷറിന് കഴിക്കുന്ന അതേ ഒരു രോഗി മുട്ടുവേദനക്കോ ഊരവേദനക്കോ കാലുവേദനക്കോ യൂറിക് ആസിഡിന്റെ വേദനക്കോ ഏതെങ്കിലും ഒരു വേദനക്ക് NSAID, അതായത് അസിക്ലോഫിനാക്ക്, ഡൈക്ലോഫിനാക്ക് പോലത്തെ ഒരു മെഡിസിനും കൂടെ അതിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മരുന്നുകളും ഒരുമിച്ച് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കിഡ്നി കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യാനും ഒരു പക്ഷേ പെർമനൻ്റ് ആയിട്ട് ഡയാലിസിസ് വേണ്ടി വരുന്ന രീതിയിൽ കിഡ്നി ഡാമേജ് വരാനും അത് കാരണമാവും. അപ്പോൾ നിങ്ങൾ പെയിൻ കില്ലർ ഒരാൾക്ക് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി കൊടുക്കുന്ന സമയത്ത് കഴിയുന്നതും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു മെഡിസിൻ കഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നിങ്ങൾ പെയിൻ കില്ലർ വാങ്ങിയിട്ട് അദ്ദേഹത്തിന് വേദന മാറാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പാടില്ല. നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ മിനിമം സൈഡ് എഫക്റ്റിൽ നമുക്ക് നമ്മളെ വേദന എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് തൊണ്ടവേദന ഒക്കെ പോലത്തെ ചെറിയ വേദനയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരസെറ്റമോൾ യൂസ് ചെയ്യാം. അതിന് സൈഡ് എഫക്റ്റ് കുറവാണ്. കഫക്കെട്ടൊക്കെ വന്നിട്ടുണ്ടാവുന്ന തൊണ്ടവേദനയ്ക്ക് തന്നെ പാരസെറ്റമോൾ ഗുളികൾക്ക് പകരം പെയിന് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗാർഗിളുകളുണ്ട്. അതായത് നമ്മൾ കുൽക്കുഞ്ഞ് ആ രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പെയിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്തത്, ഇപ്പോൾ തലവേദന, മൈഗ്രെയിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ തലവേദനക്ക് നിങ്ങൾക്ക് പാരസെറ്റമോൾ കഴിക്കാം. ശക്തമായിട്ടുള്ള മൈഗ്രെയിൻ വരുന്ന ആളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പെയിൻ കില്ലർ കഴിക്കുന്നതിന് പകരം ശക്തമായ വേദന വരുമ്പോൾ പെയിൻ കില്ലർ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് റിക്കറൻ്റ് ആയിട്ട് പെയിൻ വരുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മൈഗ്രെയിൻ ഇടയ്ക്കടി വരുന്നതിനെ തടയുന്ന ചില മെഡിസിൻസ് ഉണ്ട്. അതിനൊക്കെ സൈഡ് എഫക്റ്റ് കുറവാണ്. അതായത് മൈഗ്രെയിൻ്റെ ഒക്കെ പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അതിനൊന്നും കാര്യമായിട്ട് സൈഡ് എഫക്റ്റുകളില്ല. നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് ആ ഒരു മരുന്നൊക്കെ വാങ്ങിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് NSAID അല്ലെങ്കിൽ ടിപ്പിക്കൽ പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിനുണ്ടാവുന്ന സൈഡ് എഫക്റ്റുകൾ നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഇപ്പോൾ വയറുവേദന, കൊളത്തിപ്പിടുത്തം, അങ്ങനത്തെ വേദനക്കൊക്കെ കഴിക്കുന്ന മരുന്നുകളാണ് ഹയോക്സിമാക്സ്, സൈക്ലോപാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെഡിസിൻ. അതിന് സൈഡ് എഫക്റ്റുകൾ കുറവാണ്. അടുത്തതായിട്ടുള്ളത് ഇപ്പോൾ മുട്ടുവേദന, ഡിസ്കിൻ്റെ വേദന, മുട്ട് തേയ്മാനം, അങ്ങനത്തെ പ്രശ്നം കാരണം വേദന അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്ക് ഈ NSAIDs, മെഫ്റ്റാല്, ബ്രൂഫൻ, അസക്ലോഫിനാക്ക് ഇതിനൊക്കെ പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഒന്ന്, നമുക്ക് ഓയിൻമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഡൈക്ലോഫിനാക്കിൻ്റെ ഒക്കെ ഓയിൻമെൻറ്റ്സ് ഇപ്പോൾ മുട്ടുവേദനക്കൊക്കെ പുരട്ടാം. അതിന് സൈഡ് എഫക്റ്റ് കുറവാണ്. രണ്ടാമത്തെ കാര്യം, വെയിറ്റ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത്, ജസ്റ്റ് ഗുളിക മാത്രം കഴിച്ച് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഒരുപാട് വേദനകൾ നല്ല രീതിയിൽ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെ പെയിൻ മാനേജ്മെൻറ്റിന് നിങ്ങൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചുരുക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും.